ശ്രീമന്നാരായണീയം ദശകം 27 രണ്ട് ഭാഗങ്ങളായിട്ട് 8 ശ്ലോകം വരെയാണ് 9 ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ 10ാമത്തെ ശ്ലോകം പറയണു. പാലാഴി മഥനം കഥയാണ്. ദശകം 27 9ാമത്തെ ശ്ലോകം 3ാമത്തെ ഭാഗം. ഓം ദൈത്യൗഘേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകലേപി കിഞ്ചിദാർത്തേ കാരുണ്യാത്തവ കില ദേവ വാരിവാഹ പ്രാവർഷന്നമരഗണാന്ന ദൈത്യസംഘാൻ. ഹേ ദേവ, ദൈത്യൗഘേ ഭുജഗമുഖാനിലേന തപ്തേ തേന ഏവ ത്രിദശകുലേ അഭി കിഞ്ചിത് ആർത്തേ തവ കാരുണ്യാത് വാരിവാഹാഹ അമരഗണാൻ പ്രാവർഷൻ ദൈത്യസംഘാൻ ന. ഹേ ദേവ, അല്ലയോ ഭഗവാനെ. മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനെ വിളിക്കുകയാണ്. ദൈത്യൗഘേ, ദൈത്യന്മാരുടെ കൂട്ടം, അസുര സമൂഹം. ഭുജഗമുഖാനിലേന, വാസുകിയുടെ മുഖത്ത് നിന്ന് നിർഗമിച്ചതായിട്ടുള്ള ഈ അനിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ്, ആ നിലം എന്ന് പറഞ്ഞാൽ തീയ്. അപ്പോൾ ഈ അനിലൻ ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈത്യന്മാരുടെ ഈ സംഘത്തിന് വല്ലാത്തൊരു ചൂട് വന്നു. അനിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റ് ചൂട് പിടിച്ച കാറ്റാണ്. അപ്പം അതുകൊണ്ടത് തീക്കാറ്റ് തന്നെയാണ്. അപ്പം അതിനെ സഹിക്കാൻ വയ്യാതെ കണ്ടായി. തപ്തേ, അതുകൊണ്ടാണ് ചൂടായി. തേനയേവ, അതുകൊണ്ട് തന്നെ ആ കാറ്റുകൊണ്ട് ത്രിദശകുലേ അഭി, ദേവസമൂഹം മുഴുവനും, ത്രിദശന്മാര് എന്ന് ദേവന്മാർക്ക്, ജനിക്കുക, പിന്നെ ബാല്യകാലം, അത് കഴിഞ്ഞാൽ പിന്നെ യുവാക്കൾ. അസുരന്മാർക്ക് ഈ ബാല്യകാലം അത്ര പറയണില്ല. പ്രഹ്ലാദൻ ബാല്യം അല്ലേ, അല്ല എന്ന് പറയണില്ല. എങ്കിലും ജനിച്ചാൽ അപ്പം തന്നെയാണ് വളരും. അങ്ങനെയാണ് വളരുക പിന്നെ മരണമാണ്. അവരും ത്രിദശന്മാർ തന്നെയാണ്. പക്ഷെ ഇങ്ങനെയാണ് ജനിക്കുക, വളരുക, മരിക്കുക. വളർന്നാൽ പിന്നെ സ്ഥായി ഭാവമാണ്, മരിക്കണവരെ. ദേവന്മാർക്ക് അങ്ങനെയല്ല, കുട്ടിക്കാലം കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആണ് സ്ഥായി ഭാവം. പിന്നെ അവർക്ക് മരണമില്ല. അതുകൊണ്ട് 4ാമത്തെ ദശയില്ല. അതുകൊണ്ട് ത്രിദശന്മാര്. അപ്പോൾ ത്രിദശകുലേ അഭി, അതൊരു കല തന്നെയാണ്. കാരണം ദേവകല ഭഗവാന്റെ ഒരു കലയാണ്, ദേവകല. അസുരകല തമോ ഗുണം. അസുരകുലത്തിൽ രജോ ഗുണ ആധിക്യവും തമോ ഗുണ ആധിക്യവും കൊണ്ട് അസുരകുലം. മറ്റ് സാത്വിക ഗുണം, അതിൻ്റെ ആധിക്യം. എന്നാൽ അതിൽ കുറച്ച് രജോ ഗുണമുണ്ട്. അതാണ് മുഴുവൻ സാത്വികനായാലും ശരിക്കും ദേവനാവാൻ പറ്റൂ. അസുര രംഗങ്ങളിൽ കുറച്ചൊരു രജോ ഗുണം ചേർക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സ്വതേ ഇല്ല, താൽക്കാലികമായിട്ട് ചേർക്കുകയാണ്, അത്രയും. അപ്പം അങ്ങനെയുള്ള ത്രിദശകുലേ അഭി കിഞ്ചിത്, അല്പം ആർത്തേ, ദുഃഖിതനായി കഴിഞ്ഞപ്പോൾ തവ കാരുണ്യാത്, ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, വാരിവാഹാഹ, ഈ മേഘങ്ങള്, അമരഗണാൻ, ദേവസമൂഹങ്ങളുടെ മേല് മാത്രം, പ്രാവർഷൻ, മഴ പെയ്തു തണുപ്പിച്ചു. ദൈത്യസംഘാൻ, അസുര സമൂഹത്തിൻ്റെ അവിടേക്ക് മഴ ഉണ്ടായതുമില്ല, അവർക്ക് തണുപ്പ് കിട്ടിയതുമില്ല. അവിടെ ഒരു സ്വാർത്ഥം ഭഗവാൻ ചെയ്തു. അത് സ്വാർത്ഥം ചെയ്തു വിചാരിച്ചിട്ട് പരിഭ്രമിക്കൊന്നും വേണ്ട. അവിടെ അപ്പുറത്ത് ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരുണ്ട്. അവരെയൊക്കെ മൃതസഞ്ജീവനി കൊണ്ട് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശിവനായിട്ട് ഈ ശുക്രൻ 1000 കൊല്ലം തപസ് കൊടുത്തപ്പോൾ മൃതസഞ്ജീവനി വിദ്യ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലവരെയൊക്കെ ജയിപ്പിച്ചോട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് ഭഗവാൻ അവിടെ മഴ പെയ്യിപ്പിച്ചില്ല, അത്രയേ ഉള്ളൂ. അവിടെ സ്വാർത്ഥം ഭഗവാൻ ചെയ്തു വിചാരിച്ച് പരിഭ്രമിക്കൊന്നും വേണ്ട. ശുക്രാചാര്യരാൽ അത് മൃതസഞ്ജീവനി വിദ്യ കൊണ്ട് ജൈവിപ്പിക്കുക തന്നെ ചെയ്യും, അത്രയേ ഉള്ളൂ. അങ്ങനെ ദേവസംഘങ്ങൾക്ക് തണുപ്പ് കിട്ടി, അസുര സംഘങ്ങൾക്ക് തണുപ്പ് കിട്ടിയില്ല. ദൈത്യൗഘേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിദാർത്തേ കാരുണ്യാത്തവ കില ദേവ വാരിവാഹ പ്രാവർഷന്നമരഗണാന്ന ദൈത്യസംഘാൻ. ഹേ ദേവ, ദൈത്യൗഘേ ഭുജഗമുഖാനിലേന തപ്തേ തേനയവ ത്രിദശകുലേ അഭി കിഞ്ചിത് ആർത്തേ തവ കാരുണ്യാത് വാരിവാഹാഹ അമരഗണാൻ പ്രാവർഷൻ ദൈത്യസംഘാൻ ന. ഭഗവാനെ, ഈ അസുര സമൂഹം വാസുകിയുടെ മുഖത്തു നിന്ന് ഉത്ഭവിച്ചതായിട്ടുള്ള ഈ വിഷവായു കാരണം, അതിൻ്റെ ചൂട് കാരണം അവർക്ക് വല്ലാതെ കണ്ട ചൂട് സംഭവിച്ചു. അവർക്ക് സഹിക്കാൻ പറ്റാതെയായി.
അതേ കാറ്റ് കൊണ്ട് തന്നെ ദേവസമൂഹത്തിലും എത്തിയെങ്കിലും ഭഗവാൻ അവിടെ കാറ്റ് പ്രയോഗിച്ചത് കാരണം കൊണ്ട് ഈ ദേവന്മാർക്ക് അത്രയ്ക്ക് ചൂടുണ്ടായില്ല. എന്നാലും ദേവസമൂഹത്തിനും കുറച്ച് ചൂട് കിട്ടിക്കഴിഞ്ഞ് അവർ ദുഃഖിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവിടെ മേഘങ്ങളെ കൊണ്ട് അമൃത് വർഷിച്ചു. ആ സമയത്ത് ദേവന്മാർക്ക് ഈ വിഷവീര്യം ഉണ്ടായില്ല, ബാധിച്ചില്ല. പക്ഷേ അവിടെ തണുപ്പ് കിട്ടിയെന്നേ ഉള്ളൂ. അസുര സമൂഹത്തിൻ്റെ അവിടെ മഴ പെയ്യിച്ചില്ല, തണുപ്പോട്ട് കൊടുത്തുമില്ല എന്ന് സാരം. അപ്പോൾ ചീത്ത അസുരന്മാരൊക്കെ കുറേ ആ സമയത്ത് തന്നെ മരിച്ചുപോയി. ചീത്ത അസുരന്മാരെ ശുക്രാചാര്യോട്ട് ജീവിപ്പിച്ചിട്ടുമില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞ് അമൃത് കിട്ടിയിട്ട് യുദ്ധമുണ്ട്. ആ യുദ്ധത്തിലും അതെ, യുദ്ധം കഴിഞ്ഞതിന് ശേഷം ചീത്ത ആളുകളെ മുഴുവൻ മരിച്ചതായിട്ട് കാണപ്പെട്ടു. നല്ല ആളുകളെ ഭഗവാന്റെ ഒരു ആജ്ഞയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ഇച്ഛയാണ്. നല്ല അസുരന്മാർ മരിച്ചു വെച്ചാലും അവരെയൊക്കെ ശുക്രാചാര്യര് മൃതസഞ്ജീവന വിദ്യ കൊണ്ട് വീണ്ടും ജീവിപ്പിച്ചു. ആ കൂട്ടത്തിൽ ജീവിച്ചയാളാണ് ബലി. ദൈത്യ ഔഖേ ഭുജഗ മുഖ അനിലേന തത്തേ തേന ഏവ ത്രിദശ കുലേ അപി കിഞ്ചിത് ആർത്തേ കാരുണ്യാത് തവ കില ദേവ വാരിവാഹാഹ പ്രാവർഷൻ അമരഗണാത് ന ദൈത്യ സംഘാൻ. ദൈത്യൗഖേ ഭുജഗമുഖ അനിലേന തപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിദാർത്തേ കാരുണ്യാത് തവ കില ദേവ വാരിവാഹ പ്രാവർഷൻ അമരഗണാന്ന ദൈത്യസംഘാൻ. ഈ 11ാമത്തെ ശ്ലോകം. ഉദ്ഭ്രാമ്യദ്ബഹുതിമിനക്രചക്രവാളേ തത്രാബ്ധൗ ചിരമധിദേവി നിർവികാരേ ഏകസ്ത്വം കരയുഗകൃഷ്ടസർപ്പരാജസംരാജൻ പവനപുരേശ പാഹി രോഗാത്. പവനപുരേശ ഗുരുവായൂരപ്പ, മേൽപ്പത്തൊരു ഗുരുവായൂരപ്പനെ വിളിച്ചു രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഉദ്ഭ്രാമ്യത് ബഹു തിമി നക്ര ചക്രവാളേ. തിമി നക്ര ചക്രവാളേ ഗുരുവായൂരപ്പ. ഉദ്ഭ്രാമ്യത് ഇങ്ങനെ ചുറ്റി തിരിയാണ്. പിന്നെ ബഹു അനേകം, തിമി ഈ വലിയ മത്സ്യങ്ങൾ, നക്രം മുതല, അതേപോലെ ചക്രവാളെ, ഇവരെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കൂട്ടം കൂട്ടമായിട്ട്, കാരണം ഈ കടലിങ്ങോട്ട് ക്ഷോഭിച്ചു കഴിഞ്ഞപ്പോൾ വലിയ മത്സ്യങ്ങളായാലും മുതലകളായാലും മറ്റേ തിമി നക്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ തിമിംഗലം, അങ്ങനെയല്ലേ, നീല തിമിംഗലമൊക്കെ വലിയ ജീവിയാണ്. വലിയ വലിയ മുതലകളുണ്ട്. അതൊക്കെ പരിഭ്രമിച്ച് കൂട്ടം കൂട്ടമായിട്ട് എവിടേക്കൊക്കെയോ ഓടിപ്പോവാണ്, കടലാൻ ശോഭിച്ചിട്ടേ. അങ്ങനെ തത്ര അബ്ധോ ചിരമതിതേ അഭി, വളരെ കാലം ഇങ്ങനെ മഥനം ചെയ്യേണ്ടി വന്നു കേട്ടോ ഈ അമൃത് കിട്ടാൻ വേണ്ടിയിട്ട്. പെട്ടെന്നൊന്നും തരായില്ല. നിർവികാരെ, എന്നിട്ടോ ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഒന്നും സംഭവിച്ചില്ല. കടലിന് ഒരു വിക്ഷോഭം ഉണ്ടായില്ല എന്ന് സാരം. നമ്മളൊക്കെ വികാരമുള്ളവരാണ്. ദുഃഖം ഒരു വികാരമാണ്, ഭയം ഒരു വികാരമാണ്, സ്നേഹം വികാരമാണ്. അതേ കൂട്ടത്തിൽ തന്നെയാണ് കാമവും, അതൊരു വികാരമാണ്. രതിക്കുള്ള മോഹം, അതൊരു വികാരമാണ്. നമ്മളതിന് വികാരം എന്ന് പറയുമ്പോൾ ആദ്യം അതാണ് പറയുക, അത്രയേ ഉള്ളൂ. ഇപ്പം ശുണ്ഠി വന്നാലും ദുഃഖം വന്നാലും സന്തോഷം വന്നാലും നമുക്ക് കണ്ണ് കാണില്ല. കാമത്തിന് കണ്ണ് കണ്ടുകൂടാ എന്നാണ്. കാമത്തിന് മാത്രമല്ല, ഈ വികാരങ്ങൾക്കൊന്നും കണ്ണ് കണ്ടുകൂടാ. ചിലത് നിയന്ത്രിക്കാൻ പറ്റില്ല. പഞ്ചേന്ദ്രിയങ്ങളുടെ മാക്സിമം എന്നുള്ളതാണ് വികാരാവസ്ഥ. അത് ആസക്തിയായിട്ട് അങ്ങോട്ട് വന്ന് അതില്ലാണ്ട് പറ്റില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. സാധാരണഗതിയിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലും പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും വികാരങ്ങൾ പുറത്തു വരും. അതൊന്നും ഉണ്ടായില്ല. ഏകഹ, ഇത്രയും കടലൊക്കെ ക്ഷോഭിച്ചേ, എന്നിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല. ഏകഹ, തനിച്ച് കരയുഗ കൃഷ്ട സർപ്പരാജ, രണ്ട് കൈകളെ കൊണ്ടും ഭഗവാൻ ഈ വാലും പിടിച്ചു തലയും പിടിച്ചു. എന്നിട്ട് സംരാജൻ, എന്നിട്ട് നല്ലോണം രാജിപ്പിക്കുക, മറ്റേ എന്താ പറയുക, പ്രകാശിപ്പിക്കുക, അല്ലെങ്കിൽ ശോഭിക്കുക. അങ്ങനെ ത്വം രോഗാത് പാഹി, അങ്ങനെയുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കുമാറാകണേ, എല്ലാ രോഗങ്ങളിൽ നിന്നും, ശരീരരോഗങ്ങളിൽ നിന്നും ഭവരോഗങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിച്ചു. അവിടെ അജിതനായിക്കൊണ്ട് ഭഗവാൻ വന്നു എന്നും ആ കടലിനെ സ്വയം 1000 അങ്ങനെ സഹസ്രപുരുഷനാണ്, സഹസ്രവദനനാണ്, സഹസ്രബാഹുവാണ്. അപ്പം അതുകൊണ്ട് ഈ 1000 കൈകളോട് കൂടി വന്ന ഈ വിരാട് സ്വരൂപിയായിട്ടുള്ള അജിതൻ ഭഗവാൻ തൻ്റെ രണ്ട് പുറത്തുള്ളതായിട്ടുള്ള 500 കൈകളെ കൊണ്ട് വാലും തലയും പിടിച്ചു. എന്നിട്ട് കടയാൻ തുടങ്ങി. അങ്ങനെയുള്ള അജിത ഭഗവാനെ എന്നെ രക്ഷിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ദശകം അവിടെ കഴിച്ചത്. കാരണം അജിതനെ സ്മരിച്ചപ്പോൾ ഇനി പറയാൻ ഒരുപാടുണ്ട്. ഇപ്പോൾ 11ാമത്തെ ശ്ലോകമായി ഇപ്പം തന്നെ. അപ്പോൾ ദശകം എന്നല്ലേ നിരീക്കണത്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളത് അടുത്ത ദിവസം ആവാന്ന് വെച്ച് മേപ്പത്തൂർ അവിടെ നിർത്തുകയാണ്.
ഉദ്ഭ്രാമ്യദ്ബഹുതിമിനക്രചക്രവാളേ തത്രാബ്ധൗ ചിരമധിദേവി നിർവികാരേ ഏകസ്ത്വം കരയുഗകൃഷ്ടസർപ്പരാജഃ സംരാജൻ പവനപുരേശ പാഹി രോഗാൻ. പവനപുരേശ ഗുരുവായൂരപ്പ. ഉദ്ഭ്രാമ്യത് ബഹു തിമി നക്ര ചക്രവാളെ. ഇങ്ങനെ ചുറ്റിത്തിരിയുന്നതായിട്ടുള്ള അനേകം മഹാമത്സ്യങ്ങള്, മുതലകള് തുടങ്ങിയ ഓരോരുത്തരുടെയും സംഘമായിട്ട് അവര് ഈ കടലിൽ ക്ഷോഭിച്ചപ്പോ എവിടേക്കൊക്കെയോ പലായനം ചെയ്തു. തത്ര അർത്ഥോ ചിരമതിഥയവി. ഇങ്ങനെ ഈ പാലാഴിയിൽ ധാരാളം മഥനം ചെയ്തുവെങ്കിലും നിർവികാരെ ഒരു വികാരവും ഉണ്ടായില്ല എന്നതുകൊണ്ട്, വെച്ചാൽ അമൃതോ എന്തെങ്കിലും ഒന്ന് പൊന്തി വരണ്ടേ, വിഷോ അമൃതം നിനക്ക് പൊന്തി വരണ്ടേ, ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഏകഹ കരയുഗ കൃഷ്ണ സർപ്പരാജ, ഭഗവാൻ ഒറ്റയ്ക്ക് 500 കൈകളായിക്കൊണ്ട് സഹസ്രബാഹുവായിട്ട് ഭഗവാൻ അജിതനായിക്കൊണ്ട് ഈ പാമ്പിന്റെ വാലും തലയും പിടിച്ച് സ്വയമേവ കടയാൻ തുടങ്ങി. അങ്ങനെയുള്ള ശോഭിക്കുന്നതായിട്ടുള്ള സംരാജൻ ത്വം ഭഗവാനെ, അങ്ങ് എൻ്റെ സർവരോഗാത് ഭവരോഗവും ദേഹരോഗവും ഇല്ലാണ്ടാക്കി രക്ഷിച്ചു തരണമേ. പാഹി, എന്നെ രക്ഷിച്ചാലും. ഇങ്ങനെ ദശകം അവിടെ അവസാനിക്കുകയാണ്. ഉദ്ഭ്രാമ്യദ്ബഹുതിമിനക്രചക്രവാളേ തത്രാബ്ധൗ ചിരമധിദേവി നിർവികാരേ ഏകസ്വം കരയുഗകൃഷ്ടസർപ്പരാജഃ സംരാജൻ പവനപുരേശ പാഹി രോഗാത്. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദ്വേധാനാരായണീയം എന്ന നിലയ്ക്കാണ്, 2 നിലയ്ക്കും നാരായണൻ എന്നാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ പേര്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ആണ്. അതേപോലെ നാരായണനെ സംബന്ധിക്കുന്ന കഥകളാണ് മുക്തി മാർഗമായിട്ട് ഭാഗവതം പറയുന്നത്. അതിൻ്റെ സംഗ്രഹമായതുകൊണ്ട് ഇതും നാരായണനെ സംബന്ധിച്ചാണ്, മുക്തിമാർഗം എന്നുള്ള നിലയ്ക്കാണ്. അതുകൊണ്ട് നാരായണനെ പറയുന്ന നാരായണൻ. അപ്പം അതുകൊണ്ട് നാരായണ അഖില ഗുരു, ലോകത്തിൻ്റെ മുഴുവൻ ഗുരുവായിട്ടിരിക്കുന്ന ഭഗവാനെ. മാത്രമല്ല ഗുരുവായൂരപ്പനും ആണ്. അതുകൊണ്ട് അഖില ഗുരു ഭഗവാനെ, നാരായണ അഖില ഗുരു ഭഗവൻ, ഭഗവാനെ നമസ്കാരം, നമഃ തേ, നമസ്കാരം, ഇങ്ങനെ പറയണം. യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ. അത് കുന്തിസ്തുതിയുടെ ഒടുക്കം പറയണം. ഗജേന്ദ്രൻ സ്തുതിച്ചതായിട്ടുള്ള സ്തുതിയുടെ ഒടുക്കം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറയണം. അപ്പോൾ ആ ഒരു രംഗത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പിലിരുന്നു കൊണ്ട് നാരായണൻ രചിച്ച ആ മേൽപ്പത്തൂര് ഓരോ ദശകങ്ങളുടെയും അവസാനം നാരായണനോട് ഇത് അപേക്ഷിക്കുന്നത്. അപ്പം നമ്മളും അതിനെ സ്മരിച്ചുകൊണ്ട് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറയണം. ഭാഗവതമായതുകൊണ്ട് ഒപ്പം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്നും പറയണം. അപ്പോൾ ഓരോ അധ്യായത്തിലും അവസാനം ഭാഗവതം വായിക്കുമ്പോൾ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറയും. നാരായണീയ ദശകം വായിക്കുമ്പോൾ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്നും പറയും. അപ്പം നമ്മൾ ഭാഗവതന്മാരായതുകൊണ്ട് രണ്ടും പറയണു എന്ന് സാരം. ഇനി 28ാമത്തെ ദശകം, 1ാമത്തെ ശ്ലോകം. ഗരളം തരളാനലം പുരസ്താത് ജലധേരുദ്വിജഗാള കാളകൂടം അമരസ്തുതിവാദമോദ നിഘ്നോ ഗിരിശസ്തന്നിവ ഭവൽ പ്രിയാർത്ഥം. തരളാനല, കത്തുന്നതായിട്ടുള്ള അഗ്നിജ്വാലയോടുകൂടി. തരളം, അഗ്നിജ്വാല ഇങ്ങനെ എന്താണ് പറയാ, എഴഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആളി കത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേകമായിട്ടൊരു ഭാവം. ആളി കത്തുമ്പോൾ ഒരു എഴയുന്ന രീതിയിലാണ് വരിക. പക്ഷെ അത് ആളി കത്തില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയും. അതിൻ്റെ ഇടയ്ക്ക് ഈ വിറകില് പൊരിയായിട്ട് മുകളിലേക്ക് പോകാവുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എല്ലാ വിറകിനും അതില്ല, ചില വിറകിന് കുറച്ച് അധികമുണ്ട്. ജലം, കറ തുടങ്ങിയിട്ടുള്ളൊക്കെ ഉള്ള മരങ്ങളാണെങ്കിൽ ഇങ്ങനെ പുകയുണ്ടാവും, ഈ പൊരി ഉണ്ടാവും. ചിരട്ടയൊക്കെ കത്തിക്കുമ്പോൾ പൊരി ഉണ്ടാവില്ല. ഇനി അഥവാ ചിരട്ട വെണ്ണീർ അയച്ചാൽ മാത്രമാണ് അതിൽ നിന്ന് ലേശം പൊരി പോവുക, അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. അതേപോലെ ഈ പുകയുണ്ടാവില്ല, കാരണം ചിരട്ടയിൽ വെള്ളമില്ല. എണ്ണ പോലെയാണ് അത് കത്തുക, എണ്ണയുടെ അംശം ഉണ്ടാവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ആ ചിരട്ടയാണെന്ന് ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ കറയൊക്കെ ഉണ്ടെച്ചാൽ അതുപോലെ ചും ചും ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്നതായിട്ട് പലതുണ്ടാവും. അപ്പോൾ തീയിനെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാണ്. അത് ശ്മശാനത്തിലാച്ചാലോ പിന്നെ പറയുമല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തരളാനലം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സരളാണ് എന്ന് തോന്നും. പക്ഷേ സരളല്ല, തരളാണ്.
അപ്പൊ കത്തുന്ന അഗ്നിജാലയോട് കൂടിയ തരളാനല കാളകൂടഹ, ഈ കാളകൂടം എന്ന പേരായിട്ടുള്ള ഗരളം, ആ വിഷം. അപ്പോൾ തരളം, ഗരളം, സരളം. തരളം എന്നുള്ളത് ഈ വല്ലാത്തൊരു പ്രഭാവം, നമുക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ഭാവം. ഗരളം അത് വിഷാണ്. ഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷാണ്. അപ്പൊ ഗരളം വിഷം. ജലധേഹെ, ഈ സമുദ്രത്തിൽ നിന്ന് പുരസ്താദ്, ആദ്യം തന്നെ ഉദ്വിജകാള, വെള്ളക്കാരത്തിന്റെ പ്രാസം ഉപയോഗിച്ചിട്ടുണ്ട്, അതാണ് ഉദ്വിജകാള. ഉയർന്നു വന്നു, ഉദ്വിജം ഉയർന്നു വന്നു, ഉദ്വിജകാള. അങ്ങനെ എല്ലാ ദിക്കും പരന്നു എന്ന് സാരം, അതാണ്. അങ്ങനെ അമരസ്തുതിവാദ മോദനിഘ്നഹ, അമരസ്തുതിവാദന്മാര്, ഈ ദേവന്മാര് അവരുടെ സ്തുതിഗീതങ്ങളെ കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കുക. മോദനിഘ്നഹ, ഈ അജിതൻ നല്ലോണം സന്തോഷിച്ചു ഈ സ്തുതി കേട്ടപ്പോഴേ. അമരസ്തുതിവാദ മോദനിഘ്നഹ, വളരെ സന്തോഷപ്പെട്ടത് കൂടിയിട്ട് അഭിമാനപ്പെട്ടതായിട്ടുള്ള ഈ ഭഗവാന്റെ ഈ ഗുണഗണ ലീലകളെ പാടിയതായിട്ടുള്ള ആ സ്തുതി കേട്ടുകൊണ്ട് തൃപ്തനായിട്ടുള്ള ഭഗവാൻ. ഗിരിശഹ, ശിവനും അതേപോലെ തന്നെ സ്തുതിച്ചു. ഭവൽ പ്രിയാർത്ഥം, അങ്ങയുടെ പ്രീതിക്കായിക്കൊണ്ട്. തത് നിപപൗ, ഭഗവാൻ ഈ കടയിൽ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോ ആദ്യം വാസുകിന്ന് ലേശം വിഷം വന്നു. അതിനെ ഭഗവാൻ അമൃത് പേയിച്ചിട്ട് ദേവന്മാർക്ക് കുഴപ്പമില്ലാണ്ടേക്ക് തീർത്തു. പക്ഷെ രണ്ടാമത് ഭഗവാൻ സ്വയം അങ്ങോട്ട് കടഞ്ഞു കഴിഞ്ഞപ്പോ ഒന്നിച്ച് കാളകൂട വിഷം വന്നു. ഹാലാഹല വിഷമെന്നോ കാളകൂട വിഷമെന്നോ ഒക്കെ പറയാതിന്. എങ്ങനെയുള്ള ഈ വിഷത്തെ ഭഗവാൻ മഹാദേവനെ ഒന്ന് ഇങ്ങനെ നോക്കി. അതിന് ശേഷം ദേവന്മാരോട് പറഞ്ഞു, എന്നോട് പറയണ്ട, ശിവനോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോ ശിവനെ ബ്രഹ്മമായി കണ്ടുകൊണ്ട് സ്തുതിച്ചു. ശിവൻ ആ സ്തുതിയെല്ലാം കേട്ടുകൊണ്ട് പാർവതിയോട് ചോദിച്ചു, ഞാൻ അത് കുടിച്ചോട്ടേ ചോദിച്ചു. ആ കുടിച്ചോളൂ, കുഴപ്പമില്ല പറഞ്ഞു. കാരണം ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും കൂടി നശിച്ചാൽ ശരിയാകുമോ? അപ്പൊ അതുകൊണ്ട് അങ്ങേക്ക് മാത്രമേ അത് സഹിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അതിനെ നിർവീര്യമാക്കിക്കോളൂ, അങ്ങ് കുടിച്ചോളൂ എന്ന് പറഞ്ഞു. കുടിച്ചു കഴിഞ്ഞപ്പോഴാ അതിനേക്കാൾ കൂടുതലുണ്ട് വിഷത്തിന്റെ തീവ്രത. അപ്പൊ പാർവതി വേഗം വന്നിട്ട് കഴുത്തിൽ പിടിച്ചു. താഴത്തേക്ക് ഇറക്കണ്ട കേട്ടോ, അവിടെ അനവധി ബ്രഹ്മാണ്ടങ്ങളുണ്ട്, അതൊക്കെ കൂടി പുറത്തേക്ക് അയക്കാൻ ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ അവിടെ നശിച്ചാലേ അത് വയ്യ. അപ്പൊ അതുകൊണ്ട് താഴത്തേക്ക് ഇറക്കണ്ട എന്ന് വിചാരിച്ച് അവിടെ പിടിച്ചു. അപ്പോ ഭഗവാൻ വിഷ്ണു വന്നിട്ട് വായ പൊത്തി പിടിച്ചു. അത് അവിടെ പൊത്തി പിടിച്ചാൽ ഈ വിഷം പുറത്തേക്ക് വരില്ല, അങ്ങ് തുപ്പിയാ പറ്റില്ല കേട്ടോ. ഇപ്പൊ ഇവിടെ ഉള്ളവർക്കൊക്കെ അത് വിഷമം. പാർവതി അനുവാദം തന്നേ ഉള്ളൂ, അങ്ങയുടെ വായിന്ന് പുറത്തേക്ക് വേണ്ട, ഇവരൊക്കെ കൂടി ഇപ്പം മരിക്കും, അതുകൊണ്ട് തുപ്പണ്ട. ഭഗവാൻ വായും പൊത്തിപ്പിടിച്ചു. ഇങ്ങനെ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ഈ വിഷം ആർക്കും ഒരു വിഷമവും ഇല്ലാത്ത രീതിയിൽ ആക്കി തീർത്തു ഭഗവാൻ. അതാണ് അനുഗ്രഹം. ഗരളം തരളാനലം പുരസ്താദ് ജലധേരുദ്വിജകാള കാളകൂടം അമരസ്തുതിവാദമോദനിഘ്നോ ഗിരിശസ്തന്നിപപൗ ഭവൽ പ്രിയാർത്ഥം. തരളാനലഃ കാളകൂടഃ ഗരളം ജലധേഃ പുരസ്താദ് ഉദ്വിജകാള അമരസ്തുതിവാദ മോദനിഘ്നഃ ഗിരിശഃ ഭവൽ പ്രിയാർത്ഥം തത് നിപപൗ. കത്തുന്നതായിട്ടുള്ള അഗ്നിജ്വാലയോട് കൂടിയ ഈ കാളകൂടം എന്ന് അതിപ്രസിദ്ധിയുള്ളതായിട്ടുള്ള ഈ മഹാവിഷത്തെ, ഹാലാഹല വിഷത്തെ, ആ സമുദ്രത്തിൽ നിന്ന് പൊന്തി വന്നത് ആദ്യം ഈ വിഷമാണ്. അതിനെ ആദ്യം തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? എന്നോട് പറയണ്ടാട്ടോ എന്ന് പറഞ്ഞു. അപ്പോ ദേവന്മാരോട് പറഞ്ഞു, മഹാദേവനെ അതിനെ ശമിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ എൻ്റെ ആജ്ഞയനുസരിച്ച് എല്ലാവരും കൂടിയിട്ട് ബ്രഹ്മമായി കണ്ടുകൊണ്ട് മഹാദേവനെ നന്നായിട്ട് സ്തുതിച്ചു. ആ സ്തുതിയിൽ സംപ്രീതനായിക്കൊണ്ട് പാർവതിയുടെ അനുവാദത്തോടു കൂടിയിട്ട് ആ വിഷത്തെ പാനം ചെയ്തു എന്ന് ഈ ശ്ലോകം. ഗരളം തരള അനലം പുരസ്താഹ ജലധേഹേ ഉദ്വിജ ഗാള കാളകൂടം അമര സ്തുതി വാദ മോദ നിഘ്നഃ. അമരസ്തുതിവാദം അതുകൊണ്ട് മോദനിഘ്നഃ ഗിരിശഃ തത് നിപപൗ ഭവത് പ്രിയാർത്ഥം. ഭഗവാന്റെ പ്രിയം കിട്ടാൻ വേണ്ടിയിട്ട് കുടിച്ചു എന്നാണ്. പാർവതിയോട് ചോദിച്ചത് അങ്ങനെയാണ്. ഭഗവാന്റെ പ്രിയം കിട്ടും നമുക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ. ഞാൻ കുടിച്ചുകൂടെ, ഭഗവാന്റെ പ്രിയം വേണ്ടേ എന്ന് ചോദിച്ചു എന്നാണ്. ആ വേണം, അത് സംശയം തന്നെയില്ല, കുടിച്ചോളൂ. അങ്ങനെയാണ് കുറിച്ച്. ഗരളം തരളാനലം പുരസ്താദ് ജലധേരുദ്വിജകാള കാളകൂടം അമരസ്തുതിവാദമോദനിഘ്നോ ഗിരിശസ്തന്നിപപൗ ഭവൽ പ്രിയാർത്ഥം. രണ്ടാമത്തെ ശ്ലോകം, 28ാമത്തെ ദശകം.
വിമഥൽസു സുരാസുരേഷു ജാതാസുരഭിസ്താം ഋഷിഷുന്യഥാസ്ത്രിധാമൻ ഹായരത്നമഭൂതഥേഭരത്നം ദ്യുതരുശ്ചാപ്സരസേഷു താനി ദ്യുതരുശ്ചാപ്സരസസുരേഷു താനി. ത്രിധാമൻ അല്ലയോ 3 ഗ്രഹങ്ങളോട് കൂടിയ എന്ന് വെച്ചാലോ ദേവലോകം, ഭൂമി, അധോലോകം, ഇങ്ങനെ 3 ലോകത്തും ത്രിധാമൻ 3 ലോകത്തും വസിക്കുന്നതായിട്ടുള്ള 3 ലോകത്തിന്റെയും അധിപനായിട്ടുള്ള ഭഗവാനെ സുരാ അസുരേഷു സുരന്മാരിലും അസുരന്മാരിലും വിമഥൽസു വിമഥനം ചെയ്യുമ്പോ സുരഭിഹി കാമധേനു, അതായത് ഇവിടെ ഭഗവാനെ എന്ന് വിഷ്ണുവിനെ വിളിക്കുകയാണ്. ശ്രീകൃഷ്ണ ഈ കടലിനെ പാലാഴിയെ ഇങ്ങനെ കടഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവന്മാരും അസുരന്മാരും കൂടിയിട്ടാണ് കടഞ്ഞത്. അപ്പോൾ കാമധേനു ഉണ്ടായി. 2ാമത് കാമധേനുവാണ് ഉണ്ടായത്. ജാത കാമധേനു ജാത കാമധേനു ഉണ്ടായി. താം ഋഷിഷു അതിനെ ആ കാമധേനുവിനെ ഋഷിമാർക്ക് വേണ്ടിയിട്ട് ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് കൊടുത്തു. അഥ ഹയരത്നം അതിനുശേഷം അശ്വശ്രേഷ്ഠനായിട്ടുള്ള ഉച്ചൈശ്രവസ് എന്ന കുതിരയാണ് ഉണ്ടായത്. അഭൂത് ഇഭരത്നം പിന്നീട് ഗജശ്രേഷ്ഠനായിട്ടുള്ള ഐരാവതം. ഇഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന. അപ്പോൾ ഉച്ചൈശ്രവസ് എന്ന കുതിരയെ ഇന്ദ്രൻ എടുക്കാൻ നോക്കിയെന്നേ ഉള്ളൂ. അതിനെ ബലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ബലി കൊണ്ടുപോയി. അസുരന്മാർ കൊണ്ടുപോയി ഉച്ചൈശ്രവസ് എന്ന കുതിരയെ. അതിനുശേഷം ഐരാവതം എന്ന 4 വെള്ളാനയാണ് ഉണ്ടായത്. ആ വെള്ളാനയെ ഇന്ദ്രന് കൊടുത്തു. ഇഭരത്നം ആനകളിൽ രത്നമാണ്. പിന്നെ ദ്യുതരു ദേവവൃക്ഷം. ദ്യു എന്ന് പറഞ്ഞാൽ ദിവ്, അപ്പോൾ ദേവൻ അല്ലെങ്കിൽ ദേവം എന്നുള്ള അർത്ഥം. സ്വയം പ്രകാശിതാണ്. അപ്പോൾ അങ്ങനെയുള്ള ദേവവൃക്ഷം ഉണ്ടായി. തരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷം. ദ്യുതരു അപ്പോൾ ദേവവൃക്ഷം ഉണ്ടായി. പിന്നെ അപ്സരസഹ അപ്സര സ്ത്രീകളുണ്ടായി. താനി അവ 3 ഐരാവതം, കൽപ്പവൃക്ഷം അല്ലെങ്കിൽ ഈ പാരിജാതം തുടങ്ങിയിട്ടുള്ള ദേവവൃക്ഷങ്ങള്, പിന്നെ അപ്സര സ്ത്രീകള് അവരെ സുരേഷു ന്യഥാഹ ദേവന്മാരിലേക്കും കൊടുത്തു. ഇവിടെ വിമഥൽസു സുരാസുരേഷു ജാത സുരഭിസ്താം ഋഷിഷുന്യഥാസ്ത്രിധാമൻ ഹയരത്നമഭൂതഥേഭരത്നം ദ്യുതരുശ്ചാപ്സരസസുരേഷു താനി. ത്രിധാമൻ സുരാ അസുരേഷു വിമഥൽസു സുരഭിഹി ജാത താം ഋഷിഷു. പിന്നെ അഥ ഹയരത്നം അഭൂത്. പിന്നെ ഇഭരത്നം ദ്യുതരു അപ്സരസഹ താനി സുരേഷു ന്യഥാഹ. വിമഥൽസു സുരാ അസുരേഷു ജാത സുരഭിഹി താം ഋഷിഷു ന്യഥാഹ. ത്രിധാമൻ ഹയരത്നം അഭൂത്. അഥ ഇഭരത്നം അവിടെ അഥ എന്നുള്ളത് അഥേ എന്നാണ്. ഹയരത്നം മകാരത്തിനെ മുറിച്ചു. ഹയരത്നം അഭൂത് ദകാരത്തിനെ മുറിച്ചു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അകാരം വന്നു, ഈ കാരവും വന്നു. അങ്ങനെ ആ ഈ കൂടി ചേർന്നത് ഏകാരം വന്നത്. അഥ ഈഭം എന്ന് വന്നപ്പോൾ അഭൂത് അഥേ എന്ന് വന്നു. ഇഥേ അഭൂത് അഥേഭരത്നം എന്നാണ് വാക്കെങ്കിലും അഥ ഈഭരത്നം. ഈ ഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന എന്ന് സാരം. ഈഭരത്നം ആനകളിൽ ശ്രേഷ്ഠൻ. ദ്യുതരുഹു ച അപ്സരസഹ സുരേഷു താനി. ഇങ്ങനെ പദച്ഛേദം. അത് കുറച്ചൊരു വിഷമമുണ്ട് പദച്ഛേദം ചെയ്യാനായിട്ട്. അതുകൊണ്ട് വരയ്ക്കുക, പ്രത്യേകം എഴുതി വയ്ക്കുക, എന്നിട്ട് വായിക്കുക. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കടഞ്ഞു കഴിഞ്ഞപ്പോൾ സുരന്മാർക്കും അസുരന്മാർക്കുമായിട്ട് വീതിക്കപ്പെട്ടു. ആദ്യം കാമധേനുവാണ് ഉണ്ടായത്. അത് ബ്രാഹ്മണരായിട്ടുള്ള മഹർഷിമാർക്ക് യാഗാദികൾക്ക് പാല് കിട്ടാൻ വേണ്ടിയിട്ട്, ഗോരസം കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തു. പിന്നീട് കുതിര ഉണ്ടായി ഉച്ചൈശ്രവസ്, അതിനെ അസുരന്മാർ കൊണ്ടുപോയി. പിന്നെ ആനയുണ്ടായി, ഐരാവതം എന്നുള്ള ആനയുണ്ടായി, അപ്സരസുകളുണ്ടായി. പിന്നെ ദേവവൃക്ഷങ്ങളുണ്ട്, ദേവദാരു, പാരിജാതം, കൽപ്പവൃക്ഷം, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. ആ മറ്റേ ഈ 3 ഈ ദേവന്മാർക്കും കൊടുത്തു എന്ന് പറയാൻ. വിമഥസ്സു സുരാസുരേഷു ജാത സുരഭിസ്താം ഋഷിഷുന്യഥാസ്ത്രിധാമൻ ഹയരത്നമഭൂതഥേഭരത്നം ദ്യുതരുശ്ചാപ്സരസസുരേഷു താനി. ഇനി 3ാമത്തെ ശ്ലോകം. ജഗദീശ ഭവൽപരാ തദാനീം കമനീയാ കമലാ ബഭൂവ ദേവി അമലാമവലോക്യയാം വിലോലഃ സകലോ വിസ്പൃഹയാം ബഭൂവ ലോകഃ. ജഗദീശ അല്ലയോ ഭഗവാനെ,
തദാനീം ജഗത്തിന്റെ ഈശ്വരനായിട്ടുള്ള ഭഗവാനെ അതിനുശേഷം ഭവൽപര അങ്ങയിൽ തൃപ്തി ഉള്ളതായിട്ടുള്ള ഭവൽപര അങ്ങയെ കുറച്ചൊരു താല്പര്യമുള്ളതായിട്ടുള്ള കമനീയ എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള സൗന്ദര്യവും ആകർഷണീയതയും സൗന്ദര്യവും യൗവനം, സൗന്ദര്യം, ഐശ്വര്യം ഇതൊക്കെ ഉള്ളതായിട്ടുള്ള കമലാദേവി. കമലാദേവി എന്ന് വെച്ചാൽ താമരയിൽ ഉണ്ടായതായിട്ടുള്ള ദേവി. ആ താമരയിൽ ഇരിക്കുന്നതായിട്ടുള്ള ഈ ലക്ഷ്മി ദേവി ബഭൂവ ഉണ്ടായി. അമലാം ഏറ്റവും ശുദ്ധമാണ്. യാം ആ അമ്മയെ അവലോക്യ കണ്ടിട്ട്, ഈ ദേവിയെ കണ്ടപ്പോ വിലോലഹ സൗന്ദര്യമുണ്ട്, ഐശ്വര്യമുണ്ട്, യൗവനുണ്ട് എന്ന് പറയണ്ട. വിലോലഹ മനസ്സ് ലോലമായി പോയി. സകലഹ എല്ലാവരും, ലോകഹ ഈ ലോകങ്ങളിലുള്ള ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാവരും, സ്പൃഹയാം ബഭൂവ ആഗ്രഹം ഉള്ളവരായി ഭവിച്ചു. സ്പൃഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാഗ്രഹം എന്നാണ്. ഈ തൃഷ്ണ എന്നൊക്കെ പറയില്ലേ എന്ന കൂട്ടത്തിലാണ് സ്പൃഹ. സാധിക്കാത്തതും കൂടി വേണമെന്നുള്ള തോന്നല്, അതാണ്. ജഗദീശ ഭവൽപരാ തദാനീം കമനീയ കമലാ ബഭൂവ ദേവി അമലാമവലോക്യം വിലോല സകലോ വിസ്പൃഹയാം ബഭൂവ ലോക. അല്ലയോ ജഗദീശ, ലോകനാഥ, ആ സമയത്ത് അങ്ങയിൽ തൽപരയായിട്ടുള്ള യൗവനം തികഞ്ഞ സൗന്ദര്യം ഏറ്റവും കൂടുതലുള്ള ഐശ്വര്യം മുഴുവനുള്ളതായിട്ടുള്ള ഒരു നാരീരൂപം ലക്ഷ്മിയായിട്ട് അങ്ങയെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള രീതിയിൽ അങ്ങയ്ക്ക് മാത്രം ഇണങ്ങുന്നതായിട്ടുള്ള ലക്ഷ്മി ദേവി ഉണ്ടായി. ആ സമയത്ത് അതിപരിശുദ്ധയായിട്ടുള്ള ആ ലക്ഷ്മി ദേവിയെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സ് വല്ലാതെ കണ്ട് ഇളകി മറിഞ്ഞു. അതിനെ വേണം എന്ന് സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹവും എല്ലാവർക്കും ഉണ്ടായി. ജഗദീശ തദാനീം ഭവൽപര കമനീയ കമലാദേവി ബഭൂവ അമലാം യാം അവലോക്യ വിലോലഹ സകലഹ ലോകഃ സ്പൃഹയാം ബഭൂവ. ജഗദീശ ഭവൽപര തദാനീം കമനീയ കമലാ ബഭൂവ ദേവി അമലാം അവലോക്യ യാം വിലോലഹ സകലഹ അഭി സ്പൃഹയാം ബഭൂവ ലോകഃ. ഇങ്ങനെ പരച്ചേരും. ജഗദീശ ഭവൽപര തദാനീം കമനീയ കമലാ ബഭൂവ ദേവി അമലാം അവലോക്യ യാം വിലോല സകലോ അഭി സ്പൃഹയാം ബഭൂവ ലോക. ഇനി 4-ാമത്തെ ശ്ലോകം. ത്വയി ദത്തഹൃദേ തദൈവ ദേവ്യൈ ത്രിദശേന്ദ്രോ മണിപീഠികാം വ്യതാരിൽ സകലോപഹൃതാഭിഷേചനൈഃ ത്രിഷയസ്താം ശ്രുതിഗീർഭിരഭ്യഷിഞ്ചൻ. ത്രിദശേന്ദ്ര ദേവേന്ദ്രൻ, അതായത് 3 ദശ ഉള്ളതായിട്ടുള്ള ദേവന്മാരിൽ ഇന്ദ്രനായിട്ടുള്ള ആള് ദേവേന്ദ്രൻ. ത്രിദശ ഇന്ദ്രൻ, പിന്നെ 3 ദശകൾക്ക് ഇന്ദ്രനാണ്. 3 ദശകൾക്ക് മാത്രമുള്ള അങ്ങനത്തെ ദേവസമൂഹത്തിന്റെ ഇന്ദ്രനാണ്. പിന്നെയോ 3 കാലങ്ങൾക്കും 3 ദേശങ്ങൾക്കും ഒക്കെ സ്വതനാഥനായിട്ടാണ് ഇന്ദ്രനെ പറയാം. അത്ര മോശക്കാരനല്ല ഇന്ദ്രൻ. ഈ ഭഗവാന്റെ ഭഗവത്വം കുറേയൊക്കെ ഉണ്ട്, പക്ഷെ പൂർണ്ണമല്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ത്രിദശേന്ദ്ര ത്വയി അങ്ങയില് ദത്തഹൃദയ മനസ്സ് വെച്ചിരിക്കുന്നതായിട്ടുള്ള ദേവിയെ, ആ ലക്ഷ്മി ദേവിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തഥായവ അപ്പോൾ തന്നെ മണിപീഠികാം ഒരു പ്രത്യേകമായിട്ടുള്ള രത്നപീഠമൊക്കെ ഇട്ടുകൊടുത്തിട്ട് വ്യതാരീത് നന്നായിട്ട് തന്നെ ദാനം ചെയ്യാന്ന് വെച്ചാല് അലങ്കരിച്ചു കൊടുത്തു. ഋഷയ ഋഷിമാരാൽ സകലോപഹൃത അഭിഷേചനീയൈഹി എല്ലാവിധ ഉപഹാരങ്ങളോടും കൂടിയിട്ട് നന്നായിട്ട് തന്നെ ചേർക്കപ്പെട്ടതായിട്ടുള്ള പാനീയത്തെ കൊണ്ട് അഭിഷേചനം ചെയ്തു. എന്നിട്ടോ അഭിഷേക വസ്തുക്കൾ കുറേ വസ്തുക്കൾ അഭിഷേകം ചെയ്തു. ശ്രുതി ഗീർഭിഹി വേദത്തെ കൊണ്ട്, അതേപോലെ നല്ല നല്ല സൂക്തങ്ങളെ കൊണ്ട്, വേദം ചൊല്ലിക്കൊണ്ട് ഭഗവതിയെ സന്തോഷിപ്പിച്ചു, സ്തുതിച്ചു. താം അഭ്യഷിഞ്ചൻ നന്നായിട്ട് തന്നെ സൂക്തങ്ങളെ ചൊന്ത് പുരുഷ സൂക്തം, ദേവശ്രീ സൂക്തം തൊട്ടുള്ള സൂക്തങ്ങളെ കൊണ്ടൊക്കെ ജപിച്ച് മന്ത്രബോധമായിട്ട് പൂജിച്ചതായിട്ടുള്ള ജലം ഈ ദേവി മഹാദേവിയായിട്ട് വരട്ടെ, ലക്ഷ്മീപതിയായിട്ട് എന്നുവെച്ചാൽ ഭഗവാന് ലക്ഷ്മി വരിക്കുമാറാകട്ടെ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്തുതികളെ, സൂക്തങ്ങളെ, വേദങ്ങളെയൊക്കെ ചൊല്ലിക്കൊണ്ട് ഋഷികളും ഈ പൂജിച്ചതായിട്ടുള്ള മന്ത്ര ജലത്തെ ദേവിയുടെ ശിരസിൽ അഭിഷേകം ചെയ്തു. ത്വയി ദത്തഹൃദയ തദൈവ ദേവ്യൈ ത്രിദശേന്ദ്രോ മണിപീഠികാം വ്യതാര്യ സകലോപഹൃത അഭിഷേചനൈഃ ഋഷയസ്താം ശ്രുതിഗീർഭിരഭ്യഷിഞ്ചൻ. ത്രിദശേന്ദ്രഃ ത്വയി ദത്തഹൃദേ ദേവ്യൈ തദാ ഏവ മണിപീഠികാം വ്യതാര്യത് ഋഷയഃ സകലോപഹൃത അഭിഷേചനീയൈഃ ശ്രുതിഗീർഭിഃ താം അഭ്യഷിഞ്ചൻ എന്ന അന്വയം.
ത്വയി ദത്തഹൃദേ തഥാ ഏവ ദേവ്യൈ ത്രിദശ ഇന്ദ്ര ത്രിദശേന്ദ്രോ മണിപീഠികാം വ്യതാരീത് സകല ഉപഹൃത അഭിഷേചനീയൈഃ ഋഷയഃ താം ശ്രുതി ഗീർഭിഃ അഭ്യഷിഞ്ചൻ എന്ന് പദച്ഛേദം. അപ്പോൾ ദേവേന്ദ്രൻ ഈ ഭഗവാനിലാണ് ലക്ഷ്മി ദേവിയുടെ മനസ്സുള്ളത്. ലക്ഷ്മി ദേവി ആ ഭഗവാനെയാണ് വരിക്കേണ്ടത്, വിഷ്ണുവിനെ വരിക്കണം എന്നാലേ നേരെയുള്ളൂ. അത് മനസ്സിലായി ഇന്ദ്രന്. അപ്പോൾ ഋഷിമാരുടെയും എല്ലാവരുടെയും ആ ഒരു സൂചന എല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു പീഠമൊക്കെ ഇന്ദ്രൻ കൊടുത്തു. എന്നിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള പൂജയെല്ലാം നടത്തി. ഋഷിമാരെ വേദങ്ങളൊക്കെ ചൊല്ലി സ്തുതിച്ചു. പുഷ്പവൃഷ്ടി, അഭിഷേകങ്ങൾ എന്നും പറയേണ്ട എല്ലാവിധ വസ്തുക്കളെ കൊണ്ടും സംപ്രീതയാക്കാൻ വേണ്ടിയിട്ട് സമർപ്പണം ചെയ്തു, അഭിഷേകം ചെയ്തു, ദാനം ചെയ്തു, കൊടുത്തു, നിവേദിച്ചു എന്നും പറയേണ്ട. വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു പൂജയാണ് ദേവി ഭാഗവതമൊക്കെ അവിടെ പറയണത്. വളരെ വിശേഷപ്പെട്ടതായിട്ടുള്ള പൂജയാണ്. അതേപോലെ തന്നെ ഈ ഋഷിമാരെ തൊട്ടുള്ള ഓരോരുത്തരും ദേവന്മാർക്ക് സൗഭാഗ്യം ജരാനര പോയിട്ട് ഈ ഐശ്വര്യം സമ്പത്തെല്ലാം കിട്ടിക്കഴിഞ്ഞാലാണ് അതിൽ നിന്നും മറ്റുള്ളവർക്ക് കിട്ടുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ട് ഭഗവതിയോട് പ്രാർത്ഥിച്ചു. ഇങ്ങനെ അതിഗംഭീരമായിട്ടുള്ളൊരു സ്തുതിയോട് കൂടിയിട്ടാണ് അവിടെ ദേവിയെ പൂജിച്ച് അഭിഷേകം ചെയ്തത് എന്ന് ഈ ശ്ലോകം. ത്വയി ദത്തഹൃദേ ദേവ്യ ത്വയി ദത്തഹൃദേ തദൈവ ദേവ്യൈ ത്രിദശേന്ദ്രോ മണിപീഠികാം വ്യതാരീത് സകലോപഹൃത അഭിഷേചനൈഃ ഋഷയസ്താം ശ്രുതിഗീർഭിരഭ്യഷിഞ്ചൻ. ഇങ്ങനെ 4ാമത്തെ ശ്ലോകം കൂടി നമ്മളിപ്പോൾ പാരായണം ചെയ്തു. ഇനി അടുത്ത 5ാമത്തെ ശ്ലോകം തൊട്ട് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.